സന്തോഷമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ എന്റെ അനുഭവങ്ങൾ പറയും. ഞാൻ നല്ലൊരു ബ്രദറുകാരനായി ബന്ധക്കോസുകാരെ അംഗീകരിക്കാത്ത ഒരു സാധനവുമായി ഒരു ബന്ധക്കോസുകാരൻ മാസ്റ്ററെ കണ്ട ഒരു സാപ്പ് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായി. ഷാരോ ചർച്ചക്കൊണ്ട് മണൽ വാങ്ങിക്കൊണ്ടിട്ടു. അല്ലെങ്കിൽ കൂടുതൽ പറയുന്നത് ഞാനും എന്റെ അന്യനും കൂടെ ചെയ്തു കളഞ്ഞു. മണൽ വാരി പിന്നെ അങ്ങനെ ഞാൻ പറയുന്നു. ആ സാധനമാണ് ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെ ചരിത്രങ്ങൾ ഒത്തിരി പറയാം. 3 പ്രാവശ്യം അറ്റാക്ക്. 3ാമത്തെ അറ്റാക്കില്ല രോഗശാന്തിയാണ് എന്നെ സൗഖ്യമാണ്. ഈ സാക്ഷ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നാളെയൊക്കെ സമയം കിട്ടും. എനിക്ക് തോന്നുന്നു 2 മീറ്റിംഗ് അല്ലെന്ന് തോന്നുന്നു. കാര്യങ്ങളൊക്കെ നടക്കുന്ന ലാക്ക. ചിലതിന് ഇന്ന് വിടുതൽ ഇന്ന് തുടങ്ങും. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. വിശ്വസിക്കുന്നവരെ ഇന്ന് വൈകുന്നേരം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. പാസ്റ്റർ ജെയിംസ് സംസാരിച്ചാൽ അതിനൊരു പരിധിയുണ്ട്. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഈ ദൈവത്തിന്റെ ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ ദൈവത്തിന്റെ വചനമോ മാറത്തില്ല. ദൈവവചനം വിശ്വസിക്കുന്നവരെ ആമേൻ പറഞ്ഞാൽ ദൈവവചനം വിശ്വസിക്കുന്നവരെ ആമേൻ പറഞ്ഞാൽ എന്റെ ഈ ശബ്ദം എടുത്ത് സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതാ. ഡോക്ടർ ശ്യാം പ്രസാദ് എന്നോട് പറഞ്ഞു 2 മിനിറ്റേ പ്രസംഗിക്കാവൂ. കൊല്ലം YMCAയിൽ 1000-ലധികം പേരുടെ മധ്യത്തിൽ പ്രസംഗിച്ചേറ്റ് ഞാൻ വിളിച്ചു പറഞ്ഞു, സാറേ ഞാൻ ഒന്ന് പ്രസംഗിച്ചു പോയി. അതെ, ഇന്ന് വരെ രോഗികളെ കാണാൻ പോകുന്നതിന് മുമ്പ് ആദ്യം എന്റെ യൂട്യൂബിലെ പ്രസംഗം കേട്ടിട്ട് ഇപ്പൊ പൂർണ്ണ ഹിന്ദു. ഇതാണ് ഈ വിഷയം. അപ്പൊ ഞാൻ ഈ ശബ്ദം എനിക്ക് ദൈവം തന്നപ്പോ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് പിടിക്കുന്നതിനെ എല്ലാം ഞാൻ ഇന്ന് ഇളക്കും. ഇന്ന് ബ്രേക്ക് ഒന്നും വേണ്ട. വചനം ഞാൻ നിങ്ങൾക്ക് തരും. പാസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. ഇരിക്കാൻ പറയുവാണ്. എന്നെ പിടിച്ചാൽ മതി, ഇരുന്നോളൂ. ഒന്നും നിങ്ങളെ കൂടെ ഒരു സഹോദരനെ പോലെ പാസ്റ്ററാണെന്നൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട. വചനം പറഞ്ഞ് ആത്മാവിന്റെ ശക്തിയാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ വണ്ടിയെ വന്നപ്പോ ഈ ദിവസങ്ങളിൽ എബ്രായ ലേഖനം ഞാൻ ഒത്തിരി ചെറുതായിട്ട് ഞാൻ പഠിച്ചോണ്ട് ബൈബിൾ ക്ലാസും ടീച്ചിങ്ങും ഒക്കെ ചെയ്യുന്നെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ വിശ്വാസ ജീവിതത്തെ പറ്റി ഇങ്ങനെ പഠിക്കുന്ന ഒരു സ്വഭാവം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് ഒരു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സമയം ഭൗതികമായ ജോലി ചെയ്തിട്ട് 1 കിലോ അരിക്ക് വരെ വിഷമിച്ച സമയം. ഇന്ന് ഇത്രയും ദൈവദാസന്മാരെ എല്ലാവരും പോലെ സപ്പോർട്ട് കൊടുത്ത അപ്പോ അന്നും വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ടാക്കി. വലിയൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നതാ. എന്നാൽ കർത്താവ് എന്നെ കൊണ്ടുവന്ന് കുടിയിലിട്ടെന്ന് പറയത്തില്ല, ഇട്ടിച്ച് ചാത്തച്ചൊരു പരിവത്തിലാണ്. എന്നാലേ ഞാൻ നന്നാവുള്ളൂ എന്ന് കർത്താവിനെ ആക്കി. അപ്പൊ അന്ന് മുതൽ എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, by faith we can receive. വിശ്വാസത്താൽ എല്ലാം പ്രാപിക്കാൻ കഴിയും. ഇന്ന് രാത്രി ചിലതൊക്കെ ചില അസാധ്യമായിട്ട് ചിലതിരിപ്പുണ്ട്. നമ്മുടെ വിഷയം എന്താണെന്നുള്ളത് ദൈവത്തിനറിയാം. ദൈവം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രശ്നം അസാധ്യമായത് സാധ്യമാക്കാത്തത് നമ്മുടെ ലെവലൊന്ന് വർദ്ധിക്കാം. കിടക്കുന്നതിന് ഒരു വിടുതൽ കിട്ടണമെങ്കിൽ ഈ ലെവലിൽ എനിക്ക് ഒഴിയാൻ വയ്യ. അന്യഭാഷ മാത്രം പോകുമ്പോൾ അതുകൊണ്ട് കാര്യമില്ല. അകത്തെ മനുഷ്യൻ ശക്തിയോ
ചില പറയും, നിങ്ങൾ തന്നെ പറയും കുറ്റമാണ്. ഉപദേശി നമ്മള് കമന്റ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യോ ചിലപ്പോ കുറ്റം കാണുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മുടെ അനോയിന്റിങ് ലെവൽ ഉയർന്നില്ല. മനസ്സിലാക്കാമല്ലോ, പ്രാർത്ഥിച്ചോണ്ടിരിക്കണേ. ഈ അനോയിന്റിങ് ഉയർന്നെങ്കിൽ മാത്രമേ ഈഗോയിസങ്ങൾ പോകത്തു. ഈഗോയിസം പോയെങ്കിൽ പ്രൈഡ് പോകത്തു. അങ്ങനെ ആകുമ്പോ ഡെലിവറൻസ് എന്ത് ചെയ്യും? സംഭവിക്കും. ഭൂമി നാം വിടുതൽ ആകർഷണമില്ലെങ്കിൽ എന്തോ അറിയാതിരിക്കുന്നു. ക്രിസ്ത്യാനിയ എല്ലാം പറയാവുന്നല്ലാതെ ഒരു ഗുണവും. നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കും? വിശ്വാസം പോയി പോകുമോ എന്നൊക്കെ വായിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ കോഴ്സ് നിങ്ങൾക്ക് തരും. അതിൽ കൂടെ നമുക്ക് ആരാധിച്ചു. എബ്രായ ലേഖനം എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. ഹീബ്രു ചാപ്റ്റർ, എബ്രായ ലേഖനം 11-ാം അധ്യായം, ചാപ്റ്റർ 11 verse 38, 39, 40. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു പറഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായതില്ല. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചിട്ടില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരിക്കുന്നു. കണ്ണുകളടയ്ക്കാം, ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ അഭിഷക്തനുമായി ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി ഇന്ന് രാത്രിയും ഈ ദിവസങ്ങളിലും ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കുവാൻ നീ പ്രസാദിക്കുന്നതിനായി രാത്രി എളിവന്റെ ശരീരം ഈ സന്ധ്യാവേളയിൽ ബലഹീനമാണ്. ബലപ്പെടുത്തണം. നിന്റെ ജനത്തിനുള്ള ദൂരം, നിന്റെ ജനത്തിനുള്ള ആലോചന, നിന്റെ ജനത്തിനുള്ള വചനം തകർന്ന വിഷയത്തിൽ ജോലിയില്ലാത്തതിന്റെ മക്കൾക്ക് വിടുതലയക്കുന്നതിന് വിശ്വാസം വർദ്ധിക്കും. ഈ ഹോളിൽ കാര്യങ്ങളെ വേദഭാഗങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വൈകവേളയിൽ നമ്മളോട് ഇടപെടുമാറാകട്ടെ. അതിന്റെ അവസാനത്തെ വാക്യം നാം ഇങ്ങനെയാ വായിച്ചത്. 40-ാമത്തെ വാക്യവും 39-ാമത്തെ വാക്യത്തിലെ 2 ആശയങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ആശയം ലളിതമായ വലിയ പ്രസംഗത്തെക്കാൾ ഉപരി നിങ്ങളെ ആത്മാവിൽ ദിവസം ഒരുക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി
ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ദൈവം തരുന്നത് ബെസ്റ്റ്. നമ്മൾ പോയി മേടിക്കാൻ പോയാ എടുക്കാൻ പോയാ നമ്മള് ബെസ്റ്റ് നോക്കുന്ന പുള്ളികളാ. കടയിൽ കയറിയാലും കോസ്റ്റ്ലിയേക്കാൾ ബെസ്റ്റ് ആണോ ഇല്ലയോ? ഇതുപോലെ നമ്മളെ നിർമ്മിച്ചവൻ നമ്മളെ മുഴുവൻ അറിയാം. നമുക്ക് വേണ്ടി ദൈവം ഏറ്റവും നല്ലത് മുൻകരുതിയിരുന്നു. എന്നാൽ എല്ലാരും എടുക്കുന്ന പോലെ അല്ല ഞാൻ ഈ വചനം എടുക്കും. ശ്രദ്ധിച്ചോളൂ. ഏറ്റവും നല്ലത് കരുതുമ്പോൾ നിങ്ങൾക്ക് കരുതിയിരിക്കുന്നവർക്ക് നോക്കിക്കേ 38-ാം വാക്യത്തിൽ ലോകം അവർക്ക് യോഗ്യമല്ല. ഒരാളെ പറഞ്ഞാൽ ദൈവം തന്റെ ജനത്തിന് 14-ാം അധ്യായം ഹീറോസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസ വീരന്മാരുടെ പട്ടിക. വിശ്വാസത്തിന് വേണ്ടി നിന്ന വീരന്മാരായവർക്ക്, ഭക്തന്മാർക്ക് ഹാബേൽ തുടങ്ങി അബ്രഹാം തുടങ്ങി സകലരും പേര് പറയാൻ പോയാൽ ഇന്ന് 2 മണിയായാലും തീരും. അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഒതുക്കി കുളിയാ പോലെ. ഏറ്റവും നല്ലത് കരുതിയിരിക്കുമ്പോൾ വിശ്വാസ വീരന്മാർക്ക് ഈ ലോകം എന്തല്ല, വേൾഡ് പ്ലഷേഴ്സ് കാര്യങ്ങളൊക്കെ നടക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന ഭക്തന്മാർക്ക് ലോകം യോഗ്യം അല്ല. അവർക്ക് നല്ലത് ദൈവം കരുതിയിരിക്കുന്നു. 12:1 നമ്മുടെ ക്വാളിഫിക്കേഷൻ കൂടി. എന്താ കൂടി? സാക്ഷികളുടെ വലിയ സാക്ഷികളുടെ വലിയൊരു സമൂഹം. രാത്രി ആരെങ്കിലും ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ചാൽ പിതാക്കന്മാരെ നടത്തിയ എൽഷദായ, എല്ലഡോണായ, എല്ലലോഹിയായ വലിയവനായ ദൈവവും തന്റെ സാക്ഷ്യം വഹിച്ച പിതാക്കന്മാരും നമുക്കുണ്ട്. എനിക്ക് ആരും കൂടെ ഇവിടെ സമൂഹവുമാണ്. ഇവിടെ തന്നെ ഞങ്ങൾ ഉപസിച്ച് പ്രാർത്ഥിച്ചു ഇരിക്കുന്നവരെ എനിക്ക് കാണാൻ കണ്ണാടി വന്ന് കാണാൻ. കഴിഞ്ഞ ദിവസം ആ പ്രവാചകം വന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പെടുതലില്ല. വിശ്വാസികളുടെ ഒരു വലിയ സമൂഹം, സാക്ഷികളുടെ ഒരു സമൂഹം. അതുകൊണ്ട് എന്തോ ചെയ്യണം? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓട്ടം സ്ഥിരതയോടോടിക്കും. സ്ഥിരതയില്ലെങ്കിൽ അതിന്റെ പേരെന്തുവാ? അസ്ഥിര. ശരിക്കും പറഞ്ഞ മണ്ടല. ചിലതൊക്കെ കാട്ടിക്കൂട്ടുന്നത് സ്ഥിരതയില്ലാത്ത ആരാധിക്കാൻ വയ്യാതെ പറയാൻ മോശം ക്ലിയറായി മനസ്സിലായില്ല. സ്ഥിരതയോടെ ഓടുക. ഈ വചനത്തിൽ കൂടെ വേണം നമുക്ക് ഇതിനകത്ത് കയറി വരാൻ. ലോകം നമുക്ക് യോഗ്യം അല്ല. 2, ദൈവം നമുക്ക് വലിയത് കരുതി വെച്ചിരിക്കും. മറുപടിയാ കേട്ടോ, ഇവിടെ പ്രാർത്ഥിക്കുന്നവരുടെ മറുപടിയാ. ഒറ്റയ്ക്കും അല്ല. അങ്ങനെയാണ് ഈ 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം എന്തോ
വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ അത് കാണാതെ പഠിച്ചവരെന്ന് കൈവരുത്തിക്കുക. ചിലര് കാണാതെ പഠിക്കാത്തവരുണ്ട്. അത് ബൈബിൾ ഈവൻ ദ സ്റ്റുഡൻസ്. ഇതിനകത്ത് നമ്മളത് വായിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന് അതിന്റെ റൂട്ടിൽ ഒരു ഭാഗം പഠിച്ച വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ് മാത്രമല്ല, ആരെയാണോ നീ ആശ്രയിക്കുന്നത് അതിന്റെ ഉറപ്പ്. അപ്പൊ നമുക്ക് ആശയമുണ്ട്. ആശ്രയം കാര്യങ്ങളൊക്കെ കാറ്റിച്ചിരിപ്പുണ്ട്. പറിച്ചു വെച്ചത് അലമാരി കാത്തിരിപ്പുണ്ട്. പിന്നെ ആ വണ്ടി വിറ്റാലും കാര്യം നടക്കും. നേഴ്സാണ്. എങ്ങനെ കൊണ്ടുവന്നു ചിലരൊക്കെ ഇരുന്ന് ചിന്ത തുടങ്ങി. ഒന്നും ആയില്ല. ഇവിടെ അടുപ്പത്തിരിക്കുന്നതേ ഉള്ളൂ. അതൊരു ആശ്വാസമായിട്ട് പിടിക്കുകയല്ല, നമ്മൾ അതെന്താണ് പിടിക്കുക? ആശ്രയമാണ്. ആശ്രയം വിട്ടിട്ട് വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയം വരണം. ആശ്രയം നിങ്ങളുടെ ചർച്ച് മിഷണറി വീരന്മാരെ പുറത്തെടുക്കുന്ന സമയം സെല്ലുകളായി 2 ഏരിയയുടെ പ്രയർ ഗ്രൂപ്പ് ആരംഭിക്കാം. ഒരെണ്ണം ഉടൻ തുടങ്ങും, വാരിയിരിക്കും, നേരെയാക്കാം. അതാ ഉടൻ. ശ്രദ്ധിക്കണം പറയുന്നത്. ആശ്രയം നമ്മൾ ഇപ്പൊ ആരിലാക്കുക? ദൈവത്തിലാക്കുക. ആദ്യത്തെ സഭ കഴിഞ്ഞു, അടുത്ത കഴിഞ്ഞു. എന്റെ ആശ്രയം എനിക്ക് തന്നെയായി. ജീവ ചെയ്യണം. അപ്പൊ നമ്മളാണ് പിന്നത്തെ ദൈവം. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ ഷർപ്പൂറിലാണോ നാസ്കോയിലാണോ ഞാൻ പറയുന്ന ഒരു പ്രവാചക ദൈവദാസൻ പറയുന്ന മുഴുവൻ നടക്കുവാണ്. UK അദ്ദേഹം ഇരിക്കുന്നത്. ഈ ലോകത്തിലുള്ള മുഴുവൻ UK ഇവിടെ വന്നില്ല. ദൈവം ചെയ്യൂ. ആശ്രയം പിന്നെ ആരിലായി? ഇവനാരായി? പിന്നെ ദൈവമായി. ആശ്രയം വലിയ പ്രസംഗങ്ങൾ ഭയങ്കര പ്രസംഗം തന്നെ അതിന്റെ ആവശ്യമുണ്ട്. ദൈവം നല്ലത് വേണ്ടി കരുതിയിരിക്കുന്ന നമുക്ക് ആശ്രയമാരാ? ഈ ആശ്രയമുള്ള ദൈവദാസന്മാര്, പിതാക്കന്മാര്, ഇവര് വിശ്വാസത്തിന് വേണ്ടി കഷ്ടപ്പെടും. ആത്മീയ പല രീതിയിലുള്ള ഇവിടെയാണ്. പെട്ടെന്ന് കാര്യമാണ് സാധിക്കും. പിന്നെ സ്വർഗത്തിലോട്ട് നേരെ രക്ഷിക്കപ്പെടുക, ബോധനം കഴിയുക, സ്നാനവും കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോകും. ഒരു കോവേനയും കൂടെ കിട്ടിയത് നേരെ അങ്ങ് പോകും. ഇവിടെ കിടന്ന് കഷ്ടപ്പെടുത്ത കാര്യം കാശ് വലിയ ഏതായിട്ട് വേഗം അങ്ങ് പോകും. തമ്പുരാന്റെ പണി അതല്ല. യുദ്ധം അറിയാത്തവരെ ഇസ്രായേൽ മക്കളെ യുദ്ധം അഭ്യസിക്കും. ചില കാര്യങ്ങളിൽ ദൈവം നമ്മളെ പഠിപ്പിക്കും. അതുവരെ എന്തോ ചെയ്യണം? പിടിച്ചു നിൽക്കണം. ചില ഇച്ചിരി സ്പീഡുള്ളവർ
പെട്ടെന്ന് എനിക്ക് കാര്യം നടക്കണം കേട്ടോ. എനിക്ക് അങ്ങ് ഉത്തരം കൂട്ടാനൊക്കെ വന്നിട്ട് ഒരു കാര്യം നടന്നില്ല. അറിയില്ല. വിശ്വാസവീരന്മാർ അവർ കഷ്ടം സഹിച്ചു. അവർ ദൈവത്തെ യേശുവിനെ മാത്രം നോക്കി മുന്നോട്ട്. നമ്മുടെ പോർഷനിലോട്ട് വരാം. 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ആശയങ്ങൾ മറക്കരുത്. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പെന്നുള്ളത് മാറ്റി ആശ്രയം ദൈവത്തിലാക്കി. ഇത് വേറെ ആരും ആശ്രയം ഇല്ല. പിന്നെ ഇന്നായ സഹായിക്കുമെന്നൊരു ചിന്തയാണ് കളയും. ഇനി ഈ പിതാക്കന്മാര് എന്ന് പറയുന്നത് തന്നെ ശ്രേഷ്ഠതയുടെ ഗ്രന്ഥം. കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ ഏറ്റവും ശ്രേഷ്ഠ ഗ്രന്ഥമാണ് ലേഖനം. പഠിക്കുമ്പോൾ പുരോഹിതനായ പ്രവാചകനായ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ നിങ്ങൾ തുടങ്ങിയ 14 പറഞ്ഞു സമയം പോകും. ഇങ്ങനെ ശ്രേഷ്ഠതയിൽ ശ്രേഷ്ഠനായ കർത്താവ് ആരാണ് ഈ ലേഖനം വെളിപ്പെടുത്തുന്നത്? പഴയതിനേക്കാൾ ശ്രേഷ്ഠനായ പഴയ നിയമത്തിന് മധ്യസ്ഥൻ ആരാമക്കറിയാം? മോശയേക്കാൾ ശ്രേഷ്ഠനായ പിതാവിന്റെ സന്നിധിയിൽ ഇന്റർസീഡ് ചെയ്യുന്ന മഹാപുരോഹിതൻ ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മൽക്കീസദേക്കിനേക്കാൾ ക്രമപ്രകാരം ശ്രേഷ്ഠ ചിലർക്ക് ഈ അച്ഛന്മാരിലൊക്കെ ചില ഒരു ആശയമൊക്കെ വരും. ഇവിടെ ആർക്കും അങ്ങനെയില്ല. അപ്പം അതിനേക്കാൾ ഏഫോദും മാർപ്പതക്കവും പതിച്ചവനേക്കാൾ മാറത്ത് പൊൻകച്ചകൾ ആ യേശുവിനെയാണ് ഇത് ഉയർത്തി. ഇതെന്തിനാ എഴുതിയെന്ന് പല ആശയങ്ങളുണ്ടെങ്കിലും 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. വിശ്വാസികൾ, യഹൂദന്മാരാനുസാരികൾ ന്യായപ്രമാണവും തൽമൂദുകളും ആശ്രയിച്ച് അവർ ആ രീതിയിൽ സിനഗോഗുകളിൽ ആശ്രയിച്ച് ആരാധിച്ചു വന്നു. യേശു മാത്രം മതി എന്ന് പറഞ്ഞു സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഇവർ യഹൂദമതാനുസാരികൾ യേശുവിനെ സ്നേഹിച്ച് അവരാരാധിച്ചു മുന്നോട്ട് പോയപ്പോൾ ഇങ്ങനെ പ്രയാസമൊക്കെ വന്നിട്ടുണ്ട്. ഇല്ല, അവർ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കൊന്ന് പുറകോട്ട് പോകണം. അതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അടുത്ത ദിവസം ആരാധിച്ച് കഴിയുമ്പോൾ ഈ ആരാധന അടുത്ത കാലത്ത് അവിടെ വലിയ വിടുതൽ കിട്ടുമോ? ഇപ്പോഴും ജനങ്ങളുടെ ഉള്ളിലുണ്ട്. ഇത് തന്നെ മതിയോ? അപ്പൊ ഇവർക്ക് അതൊരു പ്രശ്നമായി. എന്താ പ്രശ്നം? പുറകോട്ടൊന്ന് പോകും. അപ്പൊ ഇവര് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ എബ്രായ വിശ്വാസികൾ അവര് ക്ഷീണിച്ചു പോകാൻ തുടങ്ങി. ന്യായപ്രമാണത്തിൽ അവരെവിടെ വന്നു? കൃപാപ്രമാണത്തിൽ വന്നു. പക്ഷേ കാലഘട്ടം മാറിയപ്പോൾ ഇവര് പറഞ്ഞു പഴയതാ. പരിശുദ്ധാത്മാവ് ലേഖനകാരൻ പൗലോസാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ലേഖനകാരൻ ആത്മനിറവിൽ പറയുകയാണ്,
ശ്രേഷ്ഠനായ കർത്താവിനെ വിട്ട് നിങ്ങൾ ഒഴുകിപ്പോകരുത്. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത്, സത്യം പ്രാപിച്ചത്, മനസ്സിലായത്, ആരാധിച്ച കർത്താവ്, നിങ്ങൾക്ക് വിടുതൽ തന്ന കർത്താവിനെ നിങ്ങൾ പിൻപറ്റണം. ബ്ലാക്ക് സൈഡിങ് പാടില്ല. നോ നീഡ് ടു എല്ലാം പുറകോട്ട് നോക്കാതെ എന്റെ ദൈവത്തെ അനുസരിച്ചോളൂ. ഉപദേശത്തിന് പോകരുത്. നിങ്ങൾ ഒബേ ചെയ്യണം. ഒരിക്കൽ ഇറങ്ങി തിരിച്ച നിങ്ങൾ മറ്റാരെയും നോക്കരുത്. പുരോഹിതനല്ല, പുരോഹിതനിൽ പുരോഹിതൻ. അവൻ ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ, ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വരപ്പെട്ടവൻ, സ്വർഗ്ഗത്തേക്കാൾ ഉന്നതൻ, ആരാധനയ്ക്ക് യോഗ്യൻ, ഇവനെ മാത്രം ആരാധിക്കാൻ കരങ്ങൾ ഉയർന്നു നിൽക്കട്ടെ. എന്റെ ജീവിതത്തെ ഇതാ സമർപ്പിക്കുന്നു. വലിയത് കരുതിയിരിക്കുകയാണ്. സ്വർഗ്ഗത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിലും അവൻ നല്ലത് കുടുംബത്തിനകത്തെ വേദന അറിയില്ല. പലപ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റുന്നുണ്ടോ? ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. നിങ്ങൾ ഒഴുകി പോകരുത്. മിനിസ്റ്റേഴ്സായിട്ടൊക്കെ വെളിപ്പെടും. ചിലതിന്റെ ഈ കുശുദ്ധി കാണിക്കും. മാത്രമല്ല, പ്രായമുള്ളവർക്ക് മാത്രമല്ല, മരുന്നെല്ലാം കൊണ്ട് നിറച്ചുകൊണ്ടാണ്. ചില മാതാപിതാക്കൾ സ്കൂള് സംബന്ധമായി ഭാരപ്പെടുന്നത് കാണും. കുഞ്ഞുങ്ങളുടെ സ്കൂള് സംബന്ധം ഇന്ന് രാത്രി വചനത്തിൽ വിടുതൽ നടന്നു. പഠനത്തിന്റെ ഓർമ്മ, പഠനത്തിന്റെ ഓർമ്മ പഠിക്കും, പക്ഷെ പരീക്ഷാ സമയത്ത് ഗ്രേഡ് അവരുടെ മേൽ ദൈവത്തിന്റെ വിടുതലുകൾ പരിശുദ്ധാത്മാവിൻ വചനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് വിടുതലായി. മകളെ കുറിച്ച് ഭാരപ്പെടുന്ന ചിലർ ഈ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ മീറ്റ് ചെയ്യുക. ഇതിന് ശേഷം ഒന്നിച്ചുള്ള ആരാധനയുണ്ട്. ഒരു തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. സ്വതന്ത്ര ചിലർക്ക്
ഒന്നും ആയില്ല. അടുപ്പത്ത് വെച്ച് ചുട്ടതല്ലയോ നല്ലത്? പുഴുങ്ങി തിന്നുന്നതാണോ ഇഷ്ടം? ചുട്ട് തിന്നുന്നതാണോ ഇഷ്ടത്തെ? ആ ചുട്ടതാ കുറെ അച്ഛൻ കുറെ അനുഭവിച്ചതാ. അതിന്റെ ടേസ്റ്റോ എനിക്ക് ചക്കരി വേണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെന്ന് ചിന്തിച്ചു. അവര് ഇവരൊക്കെ എന്തും പറയട്ടെ, നമുക്ക് വിഷയമല്ല. നമുക്ക് വിശ്വാസം, പ്രത്യാശ, വലിയ ഉണർവ്, നല്ല ഓർഗനൈസിംഗ് പവറ. പിടിച്ചോണ്ട് പോയ വിശാഖ നോക്ക്, ദൈവം വലിയ കാര്യം ചെയ്യും. പേടി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമോന്നില്ല, എന്താ വിളിച്ച് പറയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ടൈപ്പ് അല്ല, ഇത് വേറെ ടൈപ്പാ. സ്നാനപ്പെടാത്തവര് സ്നാനപ്പെട്ടോ. വെള്ളം റെഡിയാ. ഒഴിവൊഴിവ് പറഞ്ഞ് കൊറേ കഴിഞ്ഞവരെ കാണിക്കും. ദൈവം നമുക്ക് എന്തോ ചെയ്തു വെച്ചിരിക്കുക. ഏറ്റവും നല്ലത് ബെസ്റ്റ് വേണോ ഡ്യൂപ്ലിക്കേറ്റ് വേണോ? ബെസ്റ്റ്. ഏറ്റവും നല്ലതാണ് നമ്മൾ ആഗ്രഹിക്കും. നമ്മള് ഒരു ജോലിയാണേലും നമ്മൾ ആഗ്രഹിക്കും മാനുഷികമായിട്ട് ബെസ്റ്റ്. തമ്പുരാനും നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ബെസ്റ്റ്. ഗിഫ്റ്റ്സ് ഓഫ് ഓപ്പറേഷൻ കാണിക്കുന്നു. കൃപാവരമുള്ളവരിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പാട് കിട്ടുന്ന സഹോദരന്മാർ, വെളിപ്പാട് കിട്ടുന്ന സഹോദരന്മാർ, ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. നല്ലപോലെ ഒരുങ്ങിയല്ല. ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ സാമ്പത്തികമായ ലോൺ ഡെബിറ്റ്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻകം ഇസ് വെരി ലെസ് ആയിട്ട് സഹോദരന്മാരത് വിഷമിക്കുന്നതിനെ സഹോദരന്മാർ ജോലി ഇപ്പോൾ ഭാരപ്പെടും. ഈ വചനത്തിൽ കൂടെ നിങ്ങൾക്ക് ഒന്നുമില്ല ഉള്ള കാര്യം പറഞ്ഞ എന്റെ ഒന്നും ഇതിനകത്തും നിങ്ങൾ പ്രാപിച്ചു. നാളെ എന്തുവാ വരുന്നത് അത് പ്രാപിച്ചു. നിൽക്കാടിനകത്തിരുന്നാൽ ഒരു ഗുണവും എല്ലാം പറയും. ഇതിനകത്തുനിന്ന് പ്രാപിച്ചു. ഘട്ടമായ വളർച്ച സഭയ്ക്ക് തുടങ്ങി. ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അന്ധകാര വെല്ലുവിളികൾ മാറി. അഭിഷേകം ജനത്തിന്റെ മേൽ. സഭ ഈ വർഷത്തിന്റെ അവസാനം നീണ്ട ദിവസങ്ങൾ ഉപവാസവും പ്രാർത്ഥനയുമായി ഇരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടും. 7 വരെ ഇപ്പൊ കാണിക്കുന്നു. വീണ്ടും നീളും. വീടുകളിലും സഭയിലുമായി നടന്നുകൊണ്ടിരിക്കും. സഭയുടെ 2ാം ഘട്ടം തുടങ്ങുകയാണ്. പുതിയ ആത്മാക്കളെ കാണും. പകുതിയായിട്ട് പോയത്
എന്നാൽ ചിലതിനെ ഉറപ്പിക്കും. 7 ദിവസം ഇപ്പം നിങ്ങൾക്ക് ഓടണം. അഭിഷക്തന്മാരെ 2 പേരെ ആ സമയത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ പ്ലാൻ ചെയ്യത്തില്ല, അപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച് ഓടിച്ചെത്തിക്കും. ഞാൻ വന്നത് ഓടിയെത്തി അതുപോലെ വിളിച്ചു വരുന്നൊന്നും വേണ്ടെങ്കിൽ അപ്പൊ ലോകം നമുക്ക് യോഗ്യമല്ല. സാക്ഷികളുടെ വലിയൊരു സമൂഹമാണ്. ആശ്രയം നമുക്ക് ദൈവത്തിലാണ്. യേശു മാത്രം മതി. യേശു മാത്രം. ഇവിടെ നല്ല പാടാൻ കഴിവുള്ള 2 പേരെ എടുത്തെടുത്ത് കാണിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ആരാധിക്കാൻ എഴുന്നേൽക്കുമ്പോ യേശു മാത്രം മതി എന്നുള്ള പാട്ടൊന്ന് പാടുന്നവരെ കാണിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് വായിച്ച് പാടുന്നവരെയും അപ്പൊ അത് പാടുമ്പോ നമുക്ക് ഇച്ചിരി കൂടി ഇതിനകത്ത് ഒരു മഴ പെയ്യും. ചിലതൊക്കെ പേരൊക്കെ നാളെ വരുന്നുണ്ട്. വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടികയാണ് 11-ാം അധ്യായം. നമ്മൾ അതിൽ 33 മുതൽ 38 വരെയുള്ള വാക്യത്തെ 2ആയി തരംതിരിക്കും. ഒന്ന്, വിശ്വാസത്തിന് വേണ്ടി ഈ വീരന്മാരെ നേടിയെടുത്തു. ഇനി ഞാൻ വിടുതലിന്റെ പോർഷൻ കണ്ടു. വിശ്വാസത്തിന്റെ അച്ചീവ്മെന്റ് ഓഫ് ഫെയ്ത്ത്. 2ാമത് 36 മുതൽ 38 വരെയുള്ള വാക്യം നമ്മൾ കണ്ടു വായിച്ചതാണ്. വിശ്വാസത്തിന് വേണ്ടി സഹിച്ച കാര്യങ്ങൾ. കൈയടിച്ച് പൊട്ടിച്ചാൽ മാത്രം കാര്യം നടക്കും. വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം. ആരെല്ലാം ഉപേക്ഷിച്ചാൽ യേശു ഉപേക്ഷിക്കണം. ഈ വിശ്വാസത്തിന് വേണ്ടി നേടിയതുണ്ട്, വിശ്വാസത്തിന് വേണ്ടി സഹിച്ചതുണ്ട്. ഞാൻ ബ്രദറിനോടൊരു ചോദ്യം ചോദിച്ചാൽ ചോദ്യമല്ലേ, വിശ്വാസത്തിന്റെ വീ പോയാ പിന്നെ അവിടെ പോയാലും കുറ്റിക്കകത്ത് പോയിക്കണം. ഇവിടൊക്കെ ഉണ്ട് കുറ്റി, ഓക്സിജനകത്ത് കുറ്റി കുറ്റി. വിശ്വാസത്തിന്റെ വലനെ ഇപ്പൊ എന്തോ പോയി, നീ എന്തോ പോയി. പിന്നെ ശ്വാസമേ ഉള്ളു. അവനെ കാണുമ്പോഴേ അറിയാം. ചിരി വരുന്നുണ്ട്. നമുക്ക് ഇന്ന് രാത്രി നീ പോയിട്ടുണ്ടോ നോക്കിയേ. ഇവര് വിശ്വാസത്തിന് വേണ്ടി ഹാബേലും അബ്രഹാമും നോഹയും പിതാക്കന്മാരെല്ലാം ഗിദെയോനും ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. ഗിദെയോനുണ്ട്, ഇബ്താഹിനെ ഇട്ടിട്ടുണ്ട്. കഴിവൊന്നുകൊണ്ടായിട്ടല്ല. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥന കുറച്ച്, എനിക്കറിയാം ഇവിടെ നിൽക്കാം. എന്റെ ശരീരത്തിൽ അറിയാം. അപ്പൊ പിന്നെ ഞാൻ കസേരയിലോട്ട് പോയത് പ്രാർത്ഥിച്ചോണം. നിങ്ങളെ ഇന്ന് ഞാൻ ഇളക്കാതിനകത്തൊന്ന് വേണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം പവർ ഇവിടെ വരുന്നത് എനിക്കറിയാം. പ്രാർത്ഥിക്കുന്നില്ല, പവർ അങ്ങോട്ട് നീണ്ട കരച്ചിലൊരു മറുപടിയുണ്ട്. പ്രാർത്ഥിക്കുന്ന മകളെ നിന്നെ കൈവിടത്തില്ല. പ്രാർത്ഥന കഴിഞ്ഞ് കാണുക. മകളെ കുറിച്ച് കൈവിടത്തില്ല. എല്ലാവരും കൈവിട്ടാലും കൈവിടത്തില്ല. സഭയ്ക്കും ദിനത്തിനും വേണ്ടി കരയുന്ന മകളെ, ഞാൻ നിന്നോട് മനസ്സിൽ ചെങ്കടല് കഴിഞ്ഞതാണ്. അടുത്ത വിടുതൽ നിന്റെ അടുത്തു നിൽക്കുകയാണ്. ആ വിചാരങ്ങൾ അറിയപ്പെടാൻ പോകുകയാണ്.
എടുത്തടിക്കുന്ന പരിശുദ്ധ ശക്തി, വിശ്വാസത്തിന്റെ ശക്തി എല്ലാവരും കൈവിടെ ഇട്ടുകൊടുത്തേ. എല്ലാവരും കൈവിടെ ഇട്ട് എന്തുവാ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുന്ന പുള്ളികളും ഞാനായി ഇവിടെ കൊണ്ടുവന്നു കുടുംബത്തെ മാനിക്കും. നമ്മളെ അനുഭവത്തിൽ സാക്ഷികൾ പറയാൻ സമയമെടുക്കുന്നു. ലോകത്തിന്റെ എല്ലാ ചിന്തകളും യേശുവിനോട് നമുക്കിന്ന് very near and near to us. We have to close and close to the ദൈവവചനം പഠിക്കാനായിട്ട് ചില പ്രിപ്പയർ ചെയ്യുവാൻ തിയോളജി സംബന്ധമായ പഠനം, വചനത്തിന്റെ പ്രത്യേക ക്ലാസ് വിശ്വാസത്തിന്റെ വീരന്മാരായ പിതാക്കന്മാർ അവരെന്ത് ചെയ്തു? ഒരു വിശ്വാസത്തിൽ സഹിച്ചതോ താഴെ എഴുതി വെച്ചേക്കുന്നത്. വിജയ വലിയ ഭാഗ്യമുള്ളത് സഹിച്ചതാണെങ്കിലും അറിഞ്ഞു ആണം കെടുത്തിയത് അപ്പൊ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞത് അത് പറഞ്ഞു. ആ സഹോദരിയും കുടുംബത്തെ എല്ലാം പറിച്ചു മാറ്റി നുണ പറഞ്ഞു കൊണ്ടുപോയത് കാര്യമില്ലാതെ ഭൂതാത്മാക്കൾ കയറി വന്ന് കൊണ്ടുപോയത്. ശ്വാസത്തിന് വേണ്ടി നമ്മൾ എന്തേലും ശ്രമിച്ചു. അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുന്നു, ഇനിയും കൊണ്ടുവരുന്നു, ഈ ദിവസങ്ങളിൽ പിന്നെ ചെറിയ എഴുന്നേൽപ്പിക്കുന്നു. അടിയിൽ എന്തേലും അഭിഷക്തിൻ സഭയും സഹിച്ചത് കാണുന്നു. 3 വട്ടം തകർക്കാൻ നോക്കിയെടുത്ത് പിടിച്ചു. സഹിച്ച കാര്യം ഇവിടെ പിതാക്കന്മാര് ദൈവഭക്തന്മാര് സഹിച്ച കാര്യം താഴെയായി. അന്നാവിന്റെ പദ്ധതികൾ നിങ്ങൾ എത്ര വട്ടം ഇത് വായിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഗ്രഹിച്ചിട്ടുണ്ട്. രണ്ടാമതാണ് സഹിച്ച കാര്യം ഇവിടെ എഴുതിയേക്കുന്നത്. ക്രോണോളജിക്കലല്ല. ആദ്യം നമ്മൾ സഹിച്ചത് പറഞ്ഞിട്ടാ നല്ലോനും വല്ലോനുമാണ്. കഴിഞ്ഞ ഞായറാഴ്ച വരെ ഞാൻ പറഞ്ഞു നല്ലോനും വല്ലോനുമായിരുന്നു. നിങ്ങളുടെ കാര്യമല്ല, സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. നീട്ടങ്ങ് പോകും, വല്ലോനുമായി പോകും. എന്നാൽ വേറെ എന്റെ മോടെ കാര്യം നടന്നു. അപ്പൊ ആദ്യം ഏതാ പറയുന്നത്? കഷ്ടം അനുഭവിച്ചത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നു വിജയം പ്രഖ്യാപിക്കും. ഇനി നമ്മൾ ഡെലിവറൻസ് ഭാഗത്തോട്ട് വരുക. വിടുതൽ വേണമെങ്കിൽ വിജയം പ്രഖ്യാപിക്കും. ചെറുക്കൻ ഒന്നേറെ ശരിയാണ്. അറിയാതെ കാര്യം നോക്കി അവനെ കയറില്ല, അവൻ പിന്നെ ഒന്നും കഴിയില്ല. നമ്മൾ പറയുന്നതാ നമുക്ക് ദോഷം. ചില കാലം ആയിഷക്കാരെ വീട്ടിലൊക്കെ ആയിഷ സാധാരണ ഉണ്ടാകും. ആയിഷം വന്ന് എന്തേലും ഒക്കെ കഴിച്ചു പോയോ?
പുളിങ്ങായത്തിൽ ഇച്ചിരി ചൂട് ചില സമയത്താണ് വരും. അപ്പൊ രണ്ടും കൂടെ ചൂടായ പാത്രം കിടന്നിളകും. കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് പ്രയാസം ഉണ്ടാക്കുന്നതിലൂടെ ഇരിപ്പുണ്ട്. നമ്മുടെ സമയം പാഴാക്കും. വിജയം പറയും. എന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും. എന്റെ കുഞ്ഞിന്റെ ദോഷം മാറും. എന്റെ സഹോദരന്റെ ദോഷം മാറും. എന്റെ പ്രിയപ്പെട്ടവന് വിടുതൽ കിട്ടും. ഇവര് വിശ്വാസത്തിന് വേണ്ടി ഈർച്ചവാളെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഇതാക്കന്മാരെ എന്തോ ചെയ്തു? ഒരെണ്ണയിൽ എടുക്കുന്നുള്ളൂ, എല്ലാം തിരിയില്ല. അങ്ങോട്ട് പിടിക്കും, ഭേദ്യമേറ്റു, അതടുത്തത്. ഇത് ഒരെണ്ണം എടുക്കുന്നു. ഈർച്ചവാളാൽ നമ്മള് നല്ലൊരു മീറ്റിങ്ങിന് വരാൻ പറഞ്ഞാൽ തന്നെ വണ്ടിയില്ലെന്ന് ഞാനേലും അന്ന് ഞങ്ങളെ കൊണ്ടുപോകും. വേണേ നല്ല വാസമൊക്കെ വരുവാണ്. വചനം പ്രസംഗിക്കാൻ സമ്മതിക്കുന്നില്ല. നാശം വിളിച്ചില്ല, അതുകൊണ്ട് ഞങ്ങള് വരുന്നില്ല. ഭാഷാന്റെ ഒട്ടുമേ ഞങ്ങളെ വിളിക്കത്തും ഇല്ല. ക്ലിയറായോ? ക്ലിയറായോ? അതങ്ങ് കളയണം. വിളിച്ചവനൊരുവനുണ്ട്. അദ്ദേഹം വിളിച്ചോണ്ടിരിക്കുക, മഴേന്ന് വിളിച്ചോണ്ടിരിക്കുക. പിന്നെ ഭാഷവും ആന്റി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണോ? വണ്ടി ഇല്ലേലും വണ്ടി ദൈവം സമയത്ത് തന്ന് നിങ്ങളെ എത്തിക്കും. മനസ്സൊന്ന് വെച്ചാൽ ഇവർ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. ഇടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിക്കപ്പെട്ടു. അതൊക്കെ അടുത്ത ദിവസം അനുവദിക്കുന്നെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർ വിശ്വാസത്തിന് വേണ്ടി ആദ്യം നേടിയ കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് വിശ്വാസം? അവർ രാജ്യം വായിച്ചു. രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു. തീയുടെ ബലം കെടുത്തു. വാളിന്റെ വായ്ക്ക് തെറ്റി. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. വിശ്വാസത്തിന് വേണ്ടി നേടിയെടുത്തതിൽ ഒന്ന് ഇവിടെ നമ്മൾ എടുക്കും. നമുക്ക് നല്ലത് കരുതി വെച്ചേക്ക് വന്നാ പറഞ്ഞു. ലോകം നമുക്ക് യോഗ്യമല്ല. സാക്ഷികളുടെ വലിയ സമൂഹം നമുക്കുണ്ട്. ഇതൊന്നും മറക്കരുത്. ഉറക്കത്തിൽ ചോദിച്ചാലും ഓർത്തിരിക്കും. എൻ്റെ ഒരു പ്രസംഗം കേട്ടേച്ച് പിന്നെ മറന്നു പോയെന്ന് പറയുക. അങ്ങനെ ഇപ്പം പറയുക, സഹിച്ച കാര്യം താഴെ എഴുതി വെച്ചു. അതിൽ ഒന്ന് എണ്ണം നമ്മൾ എടുത്ത് വായിക്കുന്നു. അതിൽ വിജയം കിട്ടിയത് എന്തുവാ? രാജ്യങ്ങളെ. രാജ്യം പോയിട്ട് ഒരു കോർണർ പിടിക്കാൻ ഒരു വീട് വാങ്ങിക്കാൻ നാളുകൾ നോക്കിയിട്ട് വീട് പോയിട്ടൊരു വാടക വീട് പോയി സെറ്റ് ചെയ്യുന്നു. പിന്നെ ആ രാജ്യമാണ് ഇങ്ങനെ പറയാവുന്നല്ല. മനസ്സിലാകുന്നു? അല്ല മനസ്സിലാകുന്നു? ഇതാ ദൈവ പദ്ധതി. ദൈവത്തിന്റെ മിറക്കിൾ എന്ന് പറയുന്നു. നമുക്ക് യാതൊരു സാധ്യതയുമില്ല. ഒരു ചാൻസുമില്ലാത്തപ്പോൾ, പ്രമോഷൻ ഒരു ചിന്തയും നടക്കാതിരിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു. അവിടെ നമ്പ്യാൻ എന്തോ ചെയ്ത് അത്ഭുതം ചെയ്ത് പച്ച വെള്ളം തന്നെ എന്തോ വേറെ ഒരു സാധനം ഇല്ലായിരുന്നു. എന്തെല്ലാം സാധനം സയൻസുമായിട്ടുണ്ടോന്ന് ഇതൊന്ന് ശരിയാക്കി എടുക്കാൻ, ഒന്ന് കെമിസ്ട്രിയിൽ ഏതൊക്കെ വേണേലും എടുക്കാൻ. ഈ പച്ചവെള്ളം തന്നെ എല്ലാവർക്കും അറിയാവുന്ന സാധനം, ഒരു ശ്രദ്ധയുമില്ലാത്ത, ഒരു വിലയും കൊടുക്കാത്ത ഈ വെള്ളത്തെ ഇതും ആർക്കുള്ള ദൂരം. അങ്ങനെയാണെങ്കിൽ ഇവര് ദൈവത്തിന് വേണ്ടി നിന്നത്
നിങ്ങൾ ഉപവസിച്ചത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ കരയുന്നത്, ഒരു മീറ്റിംഗിന് വരുന്നത്, വചനം പഠിക്കുന്നത്, ആത്മാവിൽ നിറയുന്നത്, കൈവരിക്കുന്നത്, നിങ്ങൾ ഓർക്കും ഫലമില്ലെന്ന്. ഫലമുണ്ട്, അനുഗ്രഹമുണ്ട്. വിശ്വസിക്കുന്നവരാമേ. വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി. എങ്ങനെയാ? ദൈവത്തിലുള്ള വിശ്വാസം. നമ്മുടെ ദൈവത്തിലുള്ള ചഞ്ചലമില്ലാത്ത, എന്നാലും കുറച്ചൊക്കെ ചഞ്ചലമൊക്കെയാണ്, എന്നാൽ ചഞ്ചലമില്ലാത്ത വിശ്വാസം നമ്മിൽ വന്നാൽ നമ്മൾ പറയുന്ന പോലൊന്നും അല്ല നമ്മുടെ സ്ഥിതി. ആ ലെവലിലോട്ട് ഭാഷമാരും വിശ്വാസികളും വരാൻ ഒത്തിരി പാടും. എന്നാൽ വേദപുസ്തകത്തിൽ ഒരു മതിൽ വീണ കാര്യം നമുക്കെല്ലാം എവിടെ? ഒരു രാജ്യം പിടിച്ചോ, പട്ടണം പിടിച്ചോ, ശക്തമായി ശ്രദ്ധിച്ചോ. നടക്കുകയില്ല, നമുക്കൊരു പ്ലേസ് കിട്ടത്തില്ല, നമുക്കൊരു ആരാധന സ്ഥലമില്ല, നമ്മൾ വേറെ വല്ലവരുടെയും കൂടെ കൂടിക്കോണം. അതെല്ലാം മാറുന്ന ദൂതാണ്. നമുക്കെതിരായി എഴുതിയ കയ്യെഴുത്ത് വിശ്വാസത്താൽ തിരുത്തി എഴുതും. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 1-2. Book of Joshua, chapter 6, verse 1 and 2. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്തു കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നോക്കുക, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. ദൈവശക്തിയാൽ, ദൈവിക വിശ്വാസത്താൽ സാധിക്കാത്ത കാര്യം ഇല്ല എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസക്കുറവുണ്ട്, ഇതല്ല. ഇവൻ എന്ത് ചെയ്തു? ഈ വിടുതലിന് വേണ്ടി 2 കാര്യം പഠിപ്പിച്ചു. അതുകൂടെ പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന്, ഇവിടെ വായിച്ചപ്പോ യോശുവ 2 പ്രഖ്യാപനങ്ങൾ വിടുതൽ നമ്മൾ പറഞ്ഞു. തോൽവി പറയുന്നു, കുറവ് ദൈവസന്നിധിയിലേക്ക് പറയുന്നു, തോൽവി പറയുന്നു. നമ്മുടെ വീരനായ കർത്താവ് ജയിച്ചവന്, അതുകൂടാതെ എല്ലാറ്റിന്റെ മേലും ജയമുള്ളൂ. കിട്ടിയോ? അപ്പൊ യോശുവ ഇത് കീഴടക്കാൻ നോക്കുമ്പോ, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോ, എല്ലാരും പറഞ്ഞു, മുന്നിൽ പോയതെല്ലാം പറഞ്ഞതൊന്നും നമുക്കൊന്നും പറ്റിയ കാര്യമൊന്നുമില്ല, ഇവിടെ സമയം പരിപാടിയൊന്നും പറ്റില്ല, അങ്ങനെ ആക്കിയതും അമാലിയേക്കും എല്ലാം മുഴുവൻ കഥയെല്ലാം ഉണ്ട്. എത്ര ആഴ്ച നമ്മളിത് കേട്ടു, ഇല്ലയോ? ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നും അല്ല. പക്ഷെ യോശുവയ്ക്ക് മനസ്സിലായി വിശ്വാസത്തിന്റെ ശക്തി. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ ശക്തി വർദ്ധിക്കാം. വിശ്വാസമുണ്ട്, ദൈവവിശ്വാസമുണ്ട്, ദൈവസ്നേഹവും. പക്ഷെ അതിന്റെ പവർ വിശ്വസിക്കുന്നവരാൽ വ്യാപരിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, അതിന്റെ ഒരെണ്ണമായി തെളിയിക്കാം. ഇവിടെ ദൈവഭക്തൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞു, ഞാൻ കനാൻ കീഴടക്കും. ഞാനിത് നിങ്ങൾക്കൊന്നും പറ്റത്തില്ല, ഞാനിത് കീഴടക്കും. വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി. നമ്മുടെ വിഷയം വിട്ടു പോകരുത്. വിശ്വാസത്തിന്റെ നേട്ടം ഒന്ന്, രാജ്യത്തിന്റെ ആധിപത്യം, യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ആധിപത്യം. അന്ധകാര ശക്തികൾ ദൈവമക്കൾക്ക് വഴിയില്ലാതിരിക്കുന്നു. ഇവിടെ ദൈവമില്ല, ദേവനുമില്ലാത്തവൻ വഴിയുണ്ട്. ദൈവമില്ല, വഴിയില്ല.
പറയുവാൻ അമേരിക്കയിൽ വെച്ചൊരു വെള്ളക്കാരൻ ബോംബിന്റെ ഒക്കെ നേതാവായ ഒരു പാർട്ടിയെ കണ്ടുമുട്ടിയ കാര്യം ഞാൻ പറയുന്നത്. അവൻ റിയലി എത്തിസ്റ്റാണ്. അവനൊക്കെ എന്തോ വലിയ പോസ്റ്റാണ്. അങ്ങനെ ദൈവത്തിലേക്ക് നടുപ്പിച്ചു. അത് വേറെ വിഷയം. അത് പറയാൻ സമയം. പക്ഷേ ഇവിടെ ഈ രാജ്യത്ത് കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ രാജ്യത്തെ വലിയൊരു ശതമാനം ഒഫീഷ്യൽ ലീഗൽ ആളുകൾ അടുത്തത് അവർക്ക് ദൈവമെന്നൊരു ശബ്ദവും വേണം. ഇനി ഇത് കൂടത്തെ സമയം പോകുന്ന പറഞ്ഞേക്കാണ്. കൂടത്തേ ഉള്ളൂ. ദൈവമേ നീ പറയാതിരിക്കണം. ഹോസ്പിറ്റലൊക്കെ പറയും ദൈവമേ നീ പറയരുതെന്ന് പറയും. അതിലോട്ട് വരാൻ പോവുക. നമ്മുടെ വിശ്വാസം വേണ്ടയോ? ഇതിനെ ഒതുക്കണ്ടയോ? നിങ്ങൾ ഒരു ചർച്ചിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? കാണിക്കും. ഈ ശക്തി അടിക്കണം. വേണ്ടി വെട്ടിയേ പറ്റും. ശ്വാസത്താൽ നിങ്ങൾക്കൊരു ഓൺ പ്ലേസ് ദൈവം തരും. ചാടിക്കേറി എടുക്കാൻ തരത്തില്ല. കിട്ടും എല്ലാരും പറഞ്ഞു 2 ഘട്ടടിച്ചെടുക്കണം. 40 ദിവസം വരെ മല പിടിക്കണം. ദാസനെ ഇരുത്തും. ഇരുത്തും. ജോലിയെല്ലാം മാറ്റി സ്കൂലോട്ടൊക്കെ കേറിയോ? സഭ കൊണ്ട് ജീവിക്കും. പറയാനൊക്കെ പറഞ്ഞ് അടുത്തയാഴ്ച ഒന്നും കളയണ്ട. സമയമുണ്ട്. ആ സമയത്തിനു മുമ്പ് സഭ ഉണരും. സഭയ്ക്കകത്ത് ആത്മാക്കൾ നിറയും. ഇവിടെ വേറൊരു ഹോൾ അതിനെ ആരാധനയ്ക്ക് കാണിക്കണം. അവിടെ നിറയും. ആ നിറച്ചില് കഴിയുമ്പോൾ ഈ കെട്ട് പൊട്ടും. ബാക്കി പറഞ്ഞത് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. നിങ്ങൾക്കൊരു സ്വന്തമായ ചർച്ച ഉണ്ടാകത്തില്ലെന്ന് വിധി എഴുതിയിരിക്കുന്ന ചിലരുടെ മുമ്പിൽ ഈ ശക്തികളെ അടിച്ചോളൂ. വഴി ദൈവം വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. ആരാണ് പഠിച്ചു വച്ചിരിക്കുന്നത്? ഉത്തരം കിട്ടാത്തതിന്റെ വിടുതൽ വ്യാപരിക്കുന്നു. കെട്ടടിക്കാൻ ഇവളെ കണ്ടിരിക്കുന്നു. ഒരു വാക്ക് പറയുമ്പോൾ ഒരു അഭിഷേകം വെളിപ്പെടുന്നു. വർഷത്തിനകത്ത് 2 വലിയ വിടുതലുകൾ നടക്കും. ഒന്നിന്റെ മറുപടി നാളുകളായ എന്റെ മകന്റെ തടഞ്ഞ കെട്ടിയാൽ ഈ രാത്രി അഴിച്ചുകൊള്ളു. ഭൗതിക മണ്ഡലത്തിന്റെ കെട്ടുകൾ അഴിയപ്പെടുക. കരയുന്നതിന്റെ ജനത്തിന് വിടുതലും, കരയുന്നതിന്റെ ജനത്തിന് അനുഗ്രഹം. ഇവര് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, യോശുവ ദൈവം അഭിഷേകം പറഞ്ഞു, കനാൻ ഞങ്ങൾ കീഴടക്കും. ഞങ്ങൾ ഇവിടെ ചർച്ച വാങ്ങിക്കും. ഇച്ചിരി പൈസ
സ്ഥലം ഉണ്ടാക്കി അവന് വാങ്ങാം. പിന്നെ അവര് ഇവരൊക്കെ ഒന്ന് വരട്ടെ, അങ്ങനല്ല. അവിടെ രണ്ടാമത് കർത്താവിന്റെ വായിച്ചെടുത്ത് വേറൊരു വലിയ മർമ്മമുണ്ട്. എല്ലായിടത്തും ദൂത് കിട്ടുന്ന വചനം കൂടാ. ഒരു വാഴ്ച ഇവിടെ ഉണ്ട്. ഒരു വാഴ്ചയുണ്ട്. ഇത്രയും ഉപദേശമാര് വന്നിട്ട് ഇത് പറഞ്ഞു ഒരാളെ പറഞ്ഞു പറയാൻ പറ്റുകയില്ല. ഇല്ലയോ? നിങ്ങൾക്ക് യുദ്ധം പോരാട്ടമുള്ളത് ോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോടും പോരാടി ജയിക്കും. ഇപ്പൊ തകർന്നിരിക്കുക, പോരാടി ജയിക്കും. വിശ്വാസത്തിന്റെ കാതലായിട്ട് എഴുന്നേറ്റ് വരും. ഇനി വരുന്നുണ്ട്. പ്രിൻസിപ്പാലിറ്റീസും റൂൾസും വാഴ്ചകളെ വെട്ടാതൊക്കത്തില്ല. ഓരോ കാര്യത്തിനും ഓരോ ആത്മീക സ്റ്റെപ്പിനും നമ്മുടെ ഉയർച്ചയ്ക്ക് നേരെ വാഴ്ചയുണ്ട്. അത് നമ്മൾ ആചാരം അന്ധകാരം എന്നൊക്കെ പറയുന്നില്ല. ദേശാധിപതികൾ വാഴ്ചകൾ നമ്മളും ഒരു ശക്തി പറഞ്ഞു. ദേശത്തിന്റെ തത്വങ്ങൾ ശക്തികളും ജ്ഞാനത്തിന്റെ വാഴ്ചകളും ഒക്കെ പറയാൻ തുടങ്ങി ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. സ്വതന്ത്രം ഈ വാഴ്ചകളെ നമ്മൾ എന്ത് ചെയ്യണം? വെട്ടിയിടണം. നമ്മുടെ നാട്ടിൽ പറയുന്നു കൊല്ലനെ കാണിക്കത്തു പോയി. അതുകൊണ്ട് വെട്ടിയാൽ ഇവന്റെ കയ്യും പോകും. വെട്ടുന്ന തടിക്ക് സന്തോഷം. ഇരുമ്പ് അതുപോലെ ഇരിക്കും. ഇരുമ്പത്തും ചെല്ലു മതി. നമ്മൾ കത്തി ഒരിക്കലും ഒന്ന് മൂർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നത് വേണം. പോയിരിക്കും. വെട്ടി വെട്ടി തിരിച്ച് ദേഹത്തോട്ട് കൊള്ളുക. ഈ ദിവസങ്ങളിൽ മൂർച്ച കൂട്ടിക്കും. ഇല്ല മുറിയത്തില്ല, ഇല്ല മുറിയത്തില്ല. വെട്ടാവുന്നേ ഉള്ളൂ, വെട്ടാവുന്നേ ഉള്ളൂ. മടിയെല്ലാം മാറ്റി വെച്ചോണം, ശക്തിപ്പെട്ടോണം. അതിനൊന്നും വേണ്ടതുപോലെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. സത്യമല്ലയോ? ആദ്യമായ സ്റ്റെപ്പുകളാണെങ്കിലും പരിശുദ്ധാത്മാവ് കാണുന്നു. വചനം വായിക്കുവോ? ഇല്ലപോലെ ഒരുങ്ങണം, ശക്തിപ്പെടണം. നിരാശ ശരിക്കും നിരാശ. രാത്രി വാഴ്ചകളെ വെട്ടണം, അധികാരങ്ങളെ മുറിക്കണം, പ്രിൻസിപ്പാലിറ്റീസിനെ താഴെയിടണം. പോരാട്ടമുള്ളത് മനുഷ്യരോട്. നമുക്ക് ഇടയ്ക്കൊക്കെ പോരാട്ടം. ശരിയാക്കി ശരിയാക്കിയാൽ ഞാനതിനെ ശരിയാക്കി അതെല്ലാം മാറ്റി വെച്ചു. നമുക്ക് അധികാരത്തോട് ഈ മതിൽ വീഴും, ഈ വാഴ്ച തീരും, ഈ ശക്തികൾ രാജകീയം മാറും, ഈ അവസ്ഥ മാറും. ചിന്തിക്കണം. മക്കളായ ധാരാളം പേര് ഇവിടെ ഉണ്ട്. അവർക്ക് പലർക്കും ഒരു നല്ല വഴിയില്ല. ഇവിടെ ചുമ്മാ നിർത്തി ഓടക്കകത്ത് നടക്കുന്നവനെല്ലാം പഠിച്ച അകത്തെ പുള്ളികളാണ്. നമ്മളിങ്ങനെ വിടാൻ ഒക്കുവോ? പറയാൻ എളുപ്പമാ. നമ്മളാ പിടിച്ചെടുക്കണം. ടെസ്റ്റ് എഴുതിയാൽ നമ്മൾ ജയിക്കത്തില്ല. എന്താ കുഴപ്പം? പിന്നെ ഒന്നുമില്ലാത്തതുകൊണ്ട് കയറി ആ യൂണിറ്റ് ഈ യൂണിറ്റ് പറഞ്ഞ് രക്ഷപ്പെട്ട് അരിക്കുള്ളത് എങ്ങനെ കാണിക്കുന്നു. വാഴ്ച വെട്ടിയില്ല, അന്ധകാരത്തെ വെട്ടിയില്ല. പിന്നെ ഒരു വഴിയില്ലാത്ത പോയി ചൈഡിയല്ലേ.
സ്തോത്രം, സ്തോത്രം. Praise the Lord. Hallelujah. നമ്മളൊന്ന് എഴുന്നേക്കാൻ പോവുക. എന്തായാലും പോയി ചെയ്യ. അതാണോ നിജവൈദ്യ നിനക്ക് വേണ്ടി മെറ്റീരിയലായിട്ട് ദൈവം കരുതി വച്ചിരിക്കുകയാ. എല്ലാം സ്വർഗത്തിൽ ചെന്നേ ഉള്ളൂ. ഇവിടെ ഉണ്ട് കഷ്ടതയുണ്ട്, കഷ്ടതയെ കൂടെ ലിബറൽ തിയോളജി ആംഗ്ലോ തിയോളജി ഉണ്ട്. സൈക്കിളും പോയിട്ട് കാറ് കയറി വരുമെന്ന് അത് ഞാൻ വിശ്വസിക്കുന്നില്ല. സൈക്കിളായിരുന്നു ആദ്യം. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ബെൻസ്. അത് പറ്റില്ല. കഷ്ടം അനുഭവിച്ച് ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച് കഴിയുമ്പോ സൈക്കിൾ ആമേൻ പറയാമോ? വാഴ്ചകളെ വെട്ടണം. വിശ്വാസത്താൽ രാജ്യമടക്കാൻ ഒന്ന് പ്രഖ്യാപനം നടത്തണം. അധികാര ശക്തികൾ പൈശാചിക മണ്ഡലങ്ങളെ വെട്ടണം. വാഴ്ച കണ്ടുപിടിക്കണം. വെളിപ്പാടില്ലാതെ എങ്ങനെ നോക്കും? എല്ലാരും വെളിപ്പാട് വേണ്ടി. വെളിപ്പാട് വേണ്ട, വെളിപ്പാട് വെളിപാട് വേണ്ട. ഞാൻ രാവിലെ ഒരു കർത്ത വിളിച്ചേക്കാം. അതുകൊണ്ട് ഇന്ന് അതിലെ പോകരുത് ഇങ്ങനെ പറയുന്ന ആളുകൾ. അതിന്റെ പേര് അല്ലേ? പഴയ ഐതിഹ്യങ്ങളിനകത്തും കുറെ നിങ്ങൾ ചിരിച്ചു പോകും. ഞാൻ ഈ പറഞ്ഞു ചുരുക്കി പറഞ്ഞ വെളിപ്പാട് വേണം. വാഴ്ചയെ മനസ്സിലാക്കുക. ഏത് ശക്തി എന്റെ ആത്മീയ ജീവിതത്തിൽ, എന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ, കുടുംബത്തിന്റെ മുമ്പിൽ, എന്റെ കുഞ്ഞിന്റെ മുമ്പിൽ, എന്റെ സഭയുടെ മുമ്പിൽ, എന്റെ ഭർത്താവിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ, ആത്മീയ മണ്ഡലത്തിന്റെ മുമ്പിൽ ഏതാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിയുമ്പോഴാണ് രാജ്യമടക്കുന്ന അധികാരം നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. നീ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കും ദൈവശക്തിയായി. വളരെ വേഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായത്തിൽ ദാസൻ വായിച്ചത് യോശുവ 6:1 യെരിഹോ പട്ടണക്കാരെയും രാജാവിനെയും യുദ്ധവിവരങ്ങളും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതല്ലേ പക്ഷേ രാജാവിനെയും യുദ്ധവിവരം മാത്രമല്ല, എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. അടുത്തത് ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതാണ് ഫസ്റ്റ് തിയറി ആൻഡ് പ്രാക്ടിക്കൽ. തിയറി ആൻഡ് പ്രാക്ടിക്കൽ. ഇതിലൂടെ നമ്മൾ എഴുന്നേറ്റ് ആരാധിക്കാൻ പോവുക. നിനക്ക് പ്രഖ്യാപനം നടത്തി കഴിയുമ്പോൾ ദൈവം കാര്യം പറഞ്ഞു തരും. രാജാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. യുദ്ധവിവരം നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നീ എന്റേതാ. നിന്റെ വിശ്വാസം, നിന്റെ ആശ്രയം ഞാൻ മാത്രമാണ്. ഒറ്റ പറച്ചിലാ. പിന്നെ ശത്രു നമ്മുടെ കയ്യിലായാ പിന്നെ പേടിക്കേണ്ട കാര്യമാണ്. ഒന്നും പേടിക്കേണ്ട കാര്യം ഓർക്കാൻ വരുന്നില്ല. രണ്ടൊക്കെ തല കയറി വേണ്ട. നിന്നെ കയ്യിൽ ഏൽപ്പിച്ചേക്കും. നിന്റെ കയ്യിൽ നീ ശരിയാക്കിക്കോണം. അവന്റെ തലയെ ചതച്ചവനാ നിന്റെ നേതാവ്. അടുത്തത് 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പുകളുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻകൊമ്പ് നീട്ടുകയും നിങ്ങൾ കാഹളം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ പട്ടണമതിൽ വീഴും. രാജാവിനെയും യുദ്ധവിവരങ്ങളും സകലതും നിന്റെ കയ്യിലേക്ക്. വിശ്വാസത്താൽ രാജ്യമടക്കാൻ, വിശ്വാസത്താൽ യുദ്ധം ചെയ്യാൻ, വിശ്വാസത്താൽ വിജയം ആഗ്രഹിക്കുന്ന ദൈവമേ, നിന്റെ കയ്യിൽ ദൈവം എല്ലാം തന്നിരിക്കുന്നു. നീ അത് ഏറ്റെടുത്താൽ മതി. കണ്ടിന്ന് രാത്രി ഉണരാം. പട്ടണം അതിൽ വീഴും. പട്ടണം സമയമൊക്കെ മാറിയാൽ എങ്ങനെയാ?
അറിയാ എന്റെ ഉള്ളതോട് പോകുമോ? അങ്ങനല്ല, പട്ടണം അതിൽ ഇവിടെ 5 കൽപ്പനകൾ താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നെല്ലാം കൂടെ തീർത്താനൊക്കെ നമ്മൾ ആരാധനയ്ക്കായിട്ട് എഴുന്നേക്കാം. പട്ടണം അതിൽ 5 കൽപ്പനകൾ അത് കഴിഞ്ഞ് കൊടുക്കുന്നതിൽ ഒന്ന് നിയമപ്രകാരം പറഞ്ഞു. ആർപ്പിടാൻ പറയുമ്പോൾ ആർപ്പിട്ടോ, മിണ്ടാതിരിക്കാൻ പറഞ്ഞ മിണ്ടാതിരിക്കാൻ പറഞ്ഞ ഉടനെ ഇന്ന് ഭാഷ പറയാൻ ആരും മിണ്ടാതെ മൗനമായിട്ട് പ്രാർത്ഥിക്കാൻ ആർപ്പിടാൻ പറയുമ്പോ ആർപ്പിടും. യോശുവ പറഞ്ഞു കാഹളം ഊതുമ്പോ ഏറ്റവും നല്ലത് ദൈവം വലിയ ഒരു സാക്ഷികളുടെ സമൂഹം. ആകയാൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതെ പാപികളാൽ വിരോധം സഹിച്ച് യേശുദാസനെ വിശ്വാസ കണ്ണാൽ കണ്ടു. എല്ലാ കണ്ണുകളും വളരെ അത്യാവശ്യമുള്ളവർക്ക് മാത്രം, ബാക്കിയുള്ളവർ അല്പസമയം ഒന്നിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരം എല്ലാ കണ്ണുകളും ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കണം. ഈ 1ാമത്തെ മീറ്റിംഗിൽ തുടക്കമിട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് നന്മകൾ വെച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി ആമേൻ നമുക്ക് പറയാം, പട്ടണം അതിൽ പ്രതികൂലങ്ങൾ മാറും, കൺഫ്യൂഷൻസും മാറും. ഞാൻ വിശ്വാസത്താൽ രാജ്യം അടക്കം എതിരാ നിൽക്കുന്നത് മാറും. എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും.